ഹായ് അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അപ്പോൾ കർക്കിടക മാസമൊക്കെ ആവില്ലേ, അപ്പോൾ കർക്കിടക മാസത്തിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ചിങ്ങമാസത്തിൽ പൂക്കളുടെ കാലമാണെങ്കിൽ കർക്കിടക മാസത്തിൽ ഇലകളുടെ കാലമാണ് കേട്ടോ. ഇലകൾക്കൊക്കെ ഔഷധങ്ങളൊക്കെ കൂടുന്ന മാസമാണ് കർക്കിടക മാസം. അപ്പോൾ അതിനെ പറ്റിയൊക്കെ നമ്മൾ പറയണത് ഏതൊക്കെ കഴിക്കണോ ഏതൊക്കെ കഴിക്കണ്ട, പിന്നെ മുരിങ്ങയില കഴിച്ചാൽ എന്താ പറ്റുക, മുരിങ്ങയില കഴിക്കാൻ പാടുണ്ടോ, അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഉള്ള വിശദങ്ങളായ വിവരങ്ങളാട്ടെ നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാതെ പോവല്ലേ. അപ്പോൾ നമ്മൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തിന് ആരോഗ്യം കിട്ടാനും പറ്റിയ ഏറ്റവും നല്ല മാസം കർക്കിടക മാസമാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കർക്കിടക മാസത്തിലാണ് മഴയൊക്കെ കൂടുതലും ഇലകൾക്കൊക്കെ നല്ല ഔഷധങ്ങളൊക്കെ കൂടുന്ന മാസമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തത് എന്താണെന്ന് പറയുക, താളാണ് കേട്ടോ, ചേമ്പുംതാൾ. അപ്പോൾ അതിൽ കാൽസ്യം ഉണ്ട്, ഫോസ്ഫറസ്, ഇരുമ്പ്, പൊട്ടാസ്യം എന്നിവയാൽ സമ്പന്നയാണ്. തൊലി നീക്കിയ ഇളം തണ്ടുകളും വിടരാത്ത തൂമ്പിലകളും നമുക്ക് കറിക്കായിട്ട് ഉപയോഗിക്കട്ടെ. അപ്പോൾ ചിലർക്കൊക്കെ ചേമ്പ് ചൊറിയോ എന്നുള്ളൊരു പേടിയാണ്. അപ്പോൾ ചേമ്പിൻ്റെ താളൊക്കെ അരിഞ്ഞിങ്ങാണ്ട് കുറച്ച് നേരം മഞ്ഞവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ പിന്നെ ആ ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അടുപ്പത്ത് വെച്ച് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ കുക്കറിലൊക്കെ വെച്ചാൽ തിളച്ച് കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ആ ചൊറിച്ചിലൊക്കെ മാറും കേട്ടോ. കൈയിൻ്റെ ചൊറിച്ചിലും ഒക്കെ മാറും. അതറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ വെച്ചിട്ട് പറയണേ. അപ്പോൾ പിന്നെ രണ്ടാമത്തെ എന്താണെന്നറിയോ, തകര ഔഷധങ്ങൾ ഒട്ടേറെയുള്ള പച്ചിലയാണ് തകര. ഇത് ദഹനശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ദഹനശേഷി വർദ്ധിപ്പിക്കാഞ്ഞാൽ നമുക്ക് ഈ ഗ്യാസിൻ്റെ സോക്കടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ നല്ലതാണ് തകര ഇപ്പോൾ എവിടെ കിട്ടുമെന്നാവട്ടെ. തകരപ്പോൾ നമ്മളിവിടെ ഒന്നും ഇല്ല. അപ്പോൾ ഇതിൻ്റെ തണ്ടോട് കൂടിയ ഇലയാണ് തോരൻ വെക്കാനും കറി വെക്കാനൊക്കെ ഉപയോഗിക്കേണ്ടത്. അത് ത്വക്ക് രോഗങ്ങൾക്ക്, ശ്വാസകോശ രോഗങ്ങൾക്ക്, അലർജി എന്നിവക്കൊക്കെ ഇത് നിയന്ത്രിക്കൂട്ടാ. അതിനൊക്കെ പറ്റിയ ഇലയാണ് തകര. അപ്പോൾ അത് എവിടെയെന്ന് നോക്കേണ്ടി വരും. അപ്പം ഇനി മൂന്നാമത്തത് എന്താണെന്നറിയോ, തൈതാമ. നമ്മളെ മുറ്റത്തൊക്കെ ഒരുപാടുണ്ട്, എന്നിട്ടിപ്പോൾ കാണുന്നില്ല. ഇത് മൂത്രാശയ രോഗങ്ങൾക്കും ഹൃദ്രോഗത്തിനും മലബന്ധം നീക്കാനും പിന്നെ ക്യാൻസറിനെ തടയാനുള്ള മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയണത്. അപ്പോൾ നമ്മളാരെങ്കിലും അറിയത് നമ്മളെ മുറ്റത്തൊക്കെ നമ്മളെ നാട്ടിൽ ഒരുപാടുള്ള സാധനമാണിത്. വലിയ പഞ്ചൂല്യ, ആർക്കും പറ്റാതെ അങ്ങനെ കിടക്കേണ്ടതാണ്. ചക്കക്കുരുട്ട് കറി വെക്കും, പരിപ്പിട്ടുകാണ്ട് കറി വെക്കും. നല്ല ടേസ്റ്റാട്ടോ. ഇടയ്ക്കൊക്കെ നമ്മൾ ഉണ്ടാക്കലുണ്ട്. ഇനി പിന്നെ നുള്ളി പറിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ വിചാരിച്ചുകാണ്ട് കുറേ മടിച്ച് നിൽക്കും ചെയ്യും. അങ്ങനെ എത്രയെല്ലാം സാധനങ്ങൾ നമ്മൾ അറിയാത്തതുണ്ട്. അതാണ് കേട്ടോ. അപ്പോൾ അറിയാത്തവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമോയെന്നൊന്നും അറിയില്ല. ഇനി നാലാമത്തത് മത്തനിലാണ് കേട്ടോ, മത്തൻ്റെ ഇല. അപ്പോൾ അതിൽ ധാരാളം കാൽസ്യം അടങ്ങിയിരിക്കണേ, ഫോസ്ഫറസ്, മിനറൽസ്, വൈറ്റമിൻസ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. ദഹനത്തിന് നമ്മെ സഹായിക്കുന്നു. അതുകൂടാതെ വാത, കഫ, പിത്തദോഷങ്ങൾ നിയന്ത്രിക്കും. ഇതൊക്കെ നമ്മൾ അറിയണേ. മത്തൻ്റെ ഇലയൊക്കെ നമ്മൾ തൊടിയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഇല പോയി എടുക്കുക. അപ്പോൾ അതിലൊക്കെ ഈ ഇലയിൽ അടങ്ങിയിരിക്കണമെന്നാണ് പറയുന്നത്. പിന്നെ അഞ്ചാമത്തത് നമ്മളെ ചേനയിലട്ടാ. ചേനൻ്റെ തണ്ടും ഇലയും, ഈ ഇളം തണ്ടുകൾ, ഇലകൾ ഒക്കെ എടുക്കുക. അതിൽ ധാതുക്കൾ, വൈറ്റമിൻസുകൾ, പ്രോട്ടീന്, കാൽസ്യം, ഭക്ഷ്യനാരുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ചേനത്തണ്ടും ഇലയൊക്കെ നമുക്ക് കറി വെക്കാൻ ഉപയോഗിക്കുക. പിന്നെ തോരൻ ഉണ്ടാക്കുക. തേങ്ങയൊക്കെ ഇട്ടുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ. ഞാൻ ഉണ്ടാക്കലുണ്ട്. പിന്നെ നമ്മളെ ആറാമത്തത് നമ്മളെ കഞ്ഞിത്തുക. നമ്മളിവിടക്കൊക്കെ പറയില്ലേ, തുക കൊടിച്ചി എന്ന് പറയും, ചൊറിയെന്ന് പറയും, കൊടിച്ചിത്തുക എന്നൊക്കെ പറയട്ടോ. ഇതിൽ ധാരാളം കാൽസ്യം അടങ്ങിയിരിക്കണ, ഇരുമ്പ്, പൊട്ടാസ്യം, വൈറ്റമിനുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് കാണുന്ന തന്നെ ചിലർക്ക് പേടിയാണ്. ഇത് നമുക്ക് എടുക്കണമെങ്കിൽ കയ്യുമ്പോൾ ഒന്നൊക്കെ ഗ്ലൗസ് ഇടുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ കയ്യുമ്പോൾ ഇങ്ങനെ ഇട്ടുകാണ്ട് അങ്ങനെ എടുക്കട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിയാൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. ആരെങ്കിലും തൊടിയിലൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് നോക്കുക, തോരൻ വെക്കുക, കറി വെക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും തൊടിയിലൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കേണ്ടി. ഇനി ഏഴാമത്തത് കുമ്പളം ഇലയാണ് കേട്ടോ. അതിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട്, ധാതു ലവണങ്ങൾ എന്നിവ ധാരാളം അടങ്ങിയിരിക്കണമെന്നാണ് പറയേണ്ടത്. ഇതിൻ്റെ ഇളയ ഇല കറി വെക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പം പിന്നെ എട്ടാമത്തെ ഇലയാണ് നമ്മളെ പയറിൻ്റെ ഇല. പയറിൻ്റെ ഇല ഇതിൽ ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കാനുള്ള കഴിവ് വളരെയധികം ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം പയറിൻ്റെ ഇലയിൽ അങ്ങനെ ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് 10 ഇലയിൽ പ്രധാനപ്പെട്ടത് പയറില തന്നെ. ചർമ്മ സംബന്ധമായ രോഗങ്ങൾ പയറില തുടർച്ചയായി കഴിച്ചാൽ ഇല്ലാതാക്കാൻ കഴിയും. കണ്ണിൻ്റെ ആരോഗ്യം, ദഹനക്കുറവ്, കരൾ വീക്കം, അതുപോലെ നേത്രരോഗങ്ങൾക്ക് പയറിൻ്റെ ഇല ഫലപ്രദമാണ്. കൂടാതെ താപനില നിയന്ത്രിക്കാനുള്ള പ്രത്യേക കഴിവും കൂടി പയറിലക്കുണ്ട് കേട്ടോ.
എല്ലാ പയറുകളുടെ ഇലയും നമുക്ക് തോരൻ വെക്കാൻ ഉപയോഗിക്കട്ടാ. പല പയറുണ്ടല്ലോ, കുറ്റിപ്പയർ, പിന്നെ ചെറുപയർ എല്ലാത്തിൻ്റെ ഇലകളും നമുക്ക് കഴിക്കാം. അതിനൊക്കെ ഒരേ ഔഷധങ്ങൾ തന്നെയാണ് കേട്ടോ. പിന്നെ 9ാമത്തത് ചീര. വേനൽക്കാലത്ത് കഴിക്കുന്നതിനെക്കാട്ടി മഴക്കാലത്ത് നമ്മൾ കൂടുതലായിട്ടും ചീര കഴിക്കണം എന്നാട്ടോ പറയുന്നത്. ചീര എല്ലാ ചീരും ഇതിൽപ്പെടും. ഇതിൽ അയൺ, കാൽസ്യം, ഇരുമ്പ്, നാരുകൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻസ് കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. ചീര അയണിൻ്റെ ഉറവിടം തന്നെയാണെന്നാട്ടോ പറയുന്നത്. ചീര ഏറ്റവും നല്ലത് ചുവന്ന ചീര എന്നാണ് പറയുന്നത്. എല്ലാ ചീരയും പെടും. പലതരം ചീരയുണ്ടല്ലോ, ഉലുവ ചീര, പല ചീരയുണ്ട്. പ്രത്യേകിച്ച് ചുവന്ന ചീരക്കാണ് ഏറ്റവും കൂടുതൽ ഔഷധങ്ങളുള്ളത്. പിന്നെ 10ാമത്തത് നമ്മളെ കോവക്കൻ്റെ ഇല കേട്ടോ. ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്, ഇൻസുലിൻ അടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് പ്രമേഹത്തിന് ഇത് വളരെ നല്ലതാണെന്നിട്ട് പറയുന്നത്. നമ്മളാരെങ്കിലും അറിയേണ്ടത് കോവക്കൻ്റെ ഇലയും നല്ലതാണ്, കോവക്കയും നല്ലതാണ് കേട്ടോ പ്രമേഹ രോഗത്തിന്. അപ്പം പിന്നെ പ്രമേഹ രോഗമുള്ളവർ കോവക്ക വെച്ച് പിടിച്ചാനും പിന്നെ തിന്നാനും ഒക്കെ നല്ലതാണ്. കർക്കിടക മാസത്തിൽ കഴിക്കുമ്പോൾ അത് ഏറ്റവും ശരീരത്തിന് പിടിക്കുന്നതാണ് കേട്ടോ പറയണത്. കോവക്കൻ്റെ ഇലൻ്റെ മാതിരി തന്നെയാണ് കോവക്കൻ്റെ കായും അതുതന്നെയാണ്, അതേപോലെ തന്നെയാണ് കേട്ടെന്നാണ് പറയേണ്ടത്. പിന്നെ പത്തിലി പെടാത്ത ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ഇതിന് നല്ലത് തന്നെയാണ്. വെള്ളരിക്കൻ്റെ ഇല പത്തില തോരനിൽ പെടുത്ത പലതും വേറെ എത്ര നമുക്ക് ഇലകൾ കഴിക്കാൻ കഴിയുന്നിടത്തോളം നമുക്ക് കഴിക്കട്ടാ. എന്താണെന്ന് വെച്ചാൽ ഇലകൾക്കൊക്കെ ഔഷധങ്ങൾ കൂടുതലാണ് കർക്കിടക മാസത്തിൽ നിന്ന്. അപ്പോൾ നമ്മളിതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമോ എന്താണെന്നൊന്നും അറിയില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങൾ പിന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഒന്ന് വിട്ടുകാണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നും ഡെയിലി കഴിക്കാൻ പറ്റുന്നിടത്തോളം കഴിക്കട്ടാ. തോരനായിട്ടാ, പിന്നെ കുട്ടികൾക്കൊക്കെ ചില കുട്ടികൾക്കൊന്നും പറ്റില്ല, അത് കട്ട്ലറ്റായിട്ടും പിന്നെ ഓംലെറ്റിലിട്ട് കൊടുക്കുക, പിന്നെ അങ്ങനെ എന്തിലെങ്കിലുമൊക്കെ പിന്നെ പലഹാരങ്ങളായിട്ടൊക്കെ അതിലൊക്കെ കൂട്ടി കൊടുക്കാമെന്നാണ് കേട്ടോ പറയുന്നത്. എങ്ങനെയെങ്കിലും വയറ്റിലാക്കിയാൽ മതി, അങ്ങനെയാണ് കേട്ടോ പറയുന്നത്. പിന്നെ പത്തിലകൾ ഒന്നിച്ച് തോരൻ വെക്കാൻ അങ്ങനെ ചെയ്യുക. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഡെയിലി ഓരോരോ ഇലകളായിട്ട് കഴിക്കട്ടാ. ഓരോന്നും ഇപ്പം തൊടി കണ്ട് ഇറങ്ങിയാൽ മതി. നമുക്ക് വിചാരിച്ച ഓരോ ഇലകളും നമുക്ക് കഴിക്കാൻ പറ്റുന്ന എല്ലാ ഇലകളും നമ്മൾ കഴിച്ച് നോക്കുക. നമുക്ക് പ്രതിരോധ ശക്തി, നമുക്ക് രോഗമില്ലാഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിനൊരു സമാധാനമല്ലേ. നമുക്ക് മരുന്ന് കഴിക്കണ്ട, മരുന്ന് കഴിച്ചുകൊണ്ട് നമ്മളെ കാലം കളയേണ്ട ആവശ്യം ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഒന്ന് ശ്രമിച്ചാൽ മതി. ഒരു കൊല്ലത്തിനുള്ള ആരോഗ്യം നമുക്ക് കിട്ടും. മരണം എപ്പോഴാണെങ്കിൽ അത് അപ്പം ഉണ്ടായിക്കോട്ടെ, അതുവരെ നമുക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാം. അതുകൊണ്ട് നമ്മളെ ആവശ്യങ്ങൾ. പിന്നെ മുരിങ്ങയില കഴിക്കാൻ പാടുണ്ടോ എന്നുള്ള, പിന്നെ പാടില്ല എന്നും പാടുണ്ടോയെന്നും ചിലവർ പറയും. അപ്പോൾ മുരിങ്ങയില ഇങ്ങനെയാണല്ല, പിന്നെ ഭൂമിയിലുള്ള വിഷാംശങ്ങളൊക്കെ മുരിങ്ങയിലേൻ്റെ തണ്ട് വലിച്ചെടുത്തിട്ട് കർക്കിടക മാസത്തിൽ ഈ ഇലകളിലേക്ക് ഈ വിഷാംശം കൊണ്ടുവരികയാണല്ല, അതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണല്ല മുരിങ്ങയില കഴിക്കുമ്പോൾ ആരോഗ്യമുള്ളവർക്ക് കുഴപ്പമില്ല. പിന്നെ കുട്ടികൾ ഒൽക്കൊന്നും ചിലപ്പോൾ പറ്റില്ല, ആരോഗ്യം കുറഞ്ഞവർക്കൊന്നും മുരിങ്ങയില ചിലപ്പോൾ കഴിക്കുമ്പോൾ ഛർദി എന്തെങ്കിലുമൊക്കെ വന്നെന്ന് വരും. അതിനാണ് മുരിങ്ങയില കർക്കിടക മാസത്ത് കഴിക്കാതെ നിൽക്കേണ്ടത്. അപ്പോൾ പിന്നെ മുരിങ്ങയിലാണ്ട് ഒഴിവാക്കാം, കർക്കിടകം കഴിഞ്ഞിട്ട് തിന്നാലോ. അപ്പോൾ ഈ കർക്കിടക മാസം ആരും മിസ്സാക്കരുത്. എല്ലാവരും കിട്ടുന്ന ഇലകൾ തൊടിക്കണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഇലകളാട്ടാ. നമ്മളിതൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തൊടിക്ക് ഇറങ്ങി നോക്കുമ്പോഴാട്ടാ കാണുന്നത്. ഇലകളൊക്കെ ഉണ്ട് മുളച്ച് പൊന്തിക്കുകയാണ്. അപ്പോൾ പറഞ്ഞില്ലേ കർക്കിടക മാസം ഇലകളുടെ മാസമാണെന്ന്. ഇലകൾക്കൊക്കെ ഔഷധങ്ങൾ കൂടിയ മാസമാണ്. അപ്പോൾ എല്ലാവരും പ്രയോജനപ്പെടുത്തുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് പിന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ഇനിയും പിന്നെ കർക്കിടകത്തിനെ പറ്റി ഓരോ വീഡിയോസൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും സഹകരണം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വീഡിയോ ഇട്ട് പോവട്ടെ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാക്കിക്കാണ്ട് ഞങ്ങൾ കഴിച്ചുകൊണ്ടിട്ടാ. അല്ല നിങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ഇനിയും വീഡിയോസ് ഇടണം. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. പിന്നെ ചെറിയ മക്കൾക്ക് പിന്നെ കുറുക്കൊക്കെ ഉണ്ടാക്കില്ല, പിന്നെ രാഗി അതിൻ്റെയൊക്കെ കുറുക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ ഇലകളുടെ ചാറ് ഇങ്ങനെ കൂട്ടി കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും ഒക്കെ രോഗങ്ങൾ വരാതെക്കാൻ പറ്റും, പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടില്ലെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊക്കെ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നുണ്ട് ഇൻഷാ അല്ലാ. എല്ലാവർക്കും നമ്മൾക്ക് സഹകരിച്ച എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.